Assalamu alaikum. Hello dear students, in the last class we have discussed about the basicity. Okay, basicity, there are monobasic acid, dibasic acid and tribasic acids. മൂന്ന് ടൈപ്പ് ആസിഡ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? മോണോബേസിക് ആസിഡ്സ് ഉണ്ട്. മൂന്ന് ടൈപ്പ് അല്ല, അതിൽ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് മോണോബേസിക് ആസിഡ്, ഡൈബേസിക് ആസിഡ്, ട്രൈബേസിക് ആസിഡ്സ് അല്ലേ. ബേസിസിറ്റി, ഇഫ് ദ ബേസിസിറ്റി is 1 it is called monobasic acid, if the basicity is 2 it is called dibasic acid, if the basicity is 3 it is called tribasic acids. Okay, these are the things we have discussed in the last class. Okay, and in the last section we have said that non-metallic oxides combines with water അല്ലേ. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ്, അപ്പോൾ നമ്മൾ ഏതൊക്കെയായിരുന്നു എക്സാമ്പിൾ പറഞ്ഞത്? നോൺ മെറ്റാലിക് ഏതൊക്കെ എക്സാമ്പിൾസ് ആയിരുന്നു പറഞ്ഞത്? നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് അല്ലേ, ദെൻ സൾഫർ ഡയോക്സൈഡ്, ഇതൊക്കെ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആണ് അല്ലേ. ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, ദെൻ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ഇതൊക്കെ എന്താണ്? നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്. എന്തുകൊണ്ടാണ് ഇതിനെ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നത്? വൈ ദീസ് ആർ കോൾഡ് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ്? എന്തുകൊണ്ടാണ് പറയുന്നത്? ഇവിടെ കാർബൺ എന്ന് പറയുന്ന ഒരു നോൺ മെറ്റൽ അല്ലേ, സൾഫർ ഒരു നോൺ മെറ്റൽ ആണ് അല്ലേ, സൾഫർ ഗ്യാസ് ആണ്, ഒരു നോൺ മെറ്റൽ ആണ്. നൈട്രജനും ഗ്യാസ് അല്ലേ, ഇറ്റ്സ് ഓൾസോ എ നോൺ മെറ്റൽ. മെറ്റൽ ആണോ? അല്ല, നോൺ മെറ്റൽ ആണ് അല്ലേ. അപ്പം ഇതിൻ്റെ കൂടെ ഓക്സിജനും കൂടെ ചേർന്നത് കൊണ്ടാണ് നമ്മളിതിനെ എന്തെന്ന് പറയുന്നത്? നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പം ആസിഡുകളാണ് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പം എന്താ ഉണ്ടാവുന്നതെന്ന് നമ്മൾ പറഞ്ഞത്? നോൺ മെറ്റാലിക് ഓക്സൈഡ് അല്ല, സോറി, അവിടെ ആസിഡ് ഫോം ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. സോ അപ്പോൾ എന്താണ് ഇങ്ങനെയുള്ള എന്താണ് ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ ആൻഡ് ടൗൺഷിപ്പ് പോലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയാസിലൊക്കെ എന്താണ് ദ ചാൻസസ് ഓഫ് എയർ പൊല്യൂഷൻസ് ആർ വെരി ഹൈ. അവിടുത്തെ എയർ പൊല്യൂഷനുള്ള ചാൻസ്, ഇപ്പം നമുക്ക് ഡൽഹിയൊക്കെ അറിയാമല്ലേ, ഇവിടെയൊക്കെ എയർ പൊല്യൂഷൻ ഭയങ്കരമല്ലേ, ഇവിടെ എയർ പൊല്യൂഷൻ വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, സിറ്റീസിലോട്ടൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എയർ പൊല്യൂഷൻസ് കൂടുതലാണ് അല്ലേ. ഇൻഡസ്ട്രിയൽ ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട, ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയാസിൽ എന്ത് ചെയ്യുന്നു? ഇൻ സച്ച് റീജിയൻസ് ഗ്യാസസ് ലൈക്ക് സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് തുടങ്ങിയ നോൺ മെറ്റാലിക്, ഇതെന്താണ്? നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആണല്ലോ. ഇതെന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിലേക്ക് ഒരുപാട് എമൗണ്ട്സിൽ പോകുന്നു അല്ലേ. ഇൻഡസ്ട്രിയൽ ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും ഒക്കെ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിലേക്ക് ഒരുപാട് എന്ത് ചെയ്യുന്നു? ലിബറേറ്റ് ചെയ്യുന്നു അല്ലേ. ആൻഡ് ദിസ് ഗ്യാസ് ഡിസോൾവ് ഇൻ ദ റെയിൻ വാട്ടർ. അപ്പം റെയിൻ വാട്ടർ ഉണ്ടല്ലോ, ഇതിൽ ഡിസോൾവ് ചെയ്യും, മഴയിൽ ഡിസോൾവ് ചെയ്തിട്ട്, റെയിൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യുന്നു? ഇത് നമ്മുടെ സോയിലിലേക്ക് എന്ത് ചെയ്യുന്നു? റെയിൻ വാട്ടർ ആൻഡ് റീച്ച് ദ സോയിൽ ആസ് ആസിഡ്സ്. അപ്പോൾ ആസിഡായിട്ട് ഇത് എന്ത് ചെയ്യുന്നു? റെയിൻ വാട്ടറിലൂടെ താഴേക്ക് വരുന്നു, സോയിലിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആസിഡ് റെയിൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇൻഡസ്ട്രിയൽ ഏരിയാസ് the non-metallic oxide like sulfur dioxide, nitrogen dioxide are emitted in the എന്താണ് അത് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? എമിറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അതായത് ഈ എമിറ്റഡ് ഇൻ എ ഹൈ എമൗണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ദിസ് കോസസ് എന്ത് ചെയ്യുന്നു? ദിസ് ഗ്യാസ് ഇസ് ലിബറേറ്റഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഇറ്റ് ജോയിൻസ് വിത്ത് റെയിൻ വാട്ടറുമായിട്ട് ചേർന്നിട്ട് അതെന്ത് ചെയ്യുന്നു? അത് എർത്തിലേക്ക് എന്തായിട്ട് വരുന്നു? റെയിനായിട്ട് താഴേക്ക് വരുന്നു. അപ്പോൾ റെയിനോടൊപ്പം വരുന്നു ഈ ഗ്യാസസ്. അപ്പോൾ ഈ റെയിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇത് എന്തായിട്ട് മാറുന്നു? ആസിഡ് റെയിനായിട്ട് മാറുന്നു. ഓക്കെ, സോ there are certain steps for this. Acidic oxides such as sulfur dioxide, oxides of nitrogen etc are released in the atmosphere. അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. You can see the illustration figure 5.3. അപ്പോൾ ആസിഡിക് ഓക്സൈഡ് അല്ല, ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ നിന്ന് ഈ ആസിഡിക് ഓക്സൈഡ്സ് എന്ത് ചെയ്യുന്നു? പിന്നെന്താണ്? സൾഫർ ഡയോക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ ഡയോക്സൈഡൊക്കെ എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിലേക്ക് പോയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് വിൻഡ് വഴി ഇതെന്ത് ചെയ്യുന്നു? ഗ്യാസസ് ക്യാരി ചെയ്തിട്ട് ഇത് റെയിൻ വാട്ടറിൽ എന്ത് ചെയ്യുന്നു? ഇത് റെയിൻ വാട്ടറിൽ മിക്സ് അല്ലെങ്കിൽ റെയിൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് ആസിഡ് റെയിനായിട്ട് ഭൂമിയിലേക്ക് വരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ആസിഡ് റെയിൻ്റെ ഫോർമേഷൻ. ദിസ് ഇസ് ദ സ്റ്റെപ്സ് ദാറ്റ് ബിഹൈൻഡ് ദ പ്രോസസ് ഓഫ് ആസിഡ് റെയിൻ. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ആസിഡ് റെയിൻ എന്ന് പറയുന്നത് നല്ലതാണോ? സൂപ്പറാണോ? ആസിഡ് റെയിൻ എന്ന് പറയുന്നത് നമുക്ക് അഡ്വാൻറ്റേജ് ആണോ? നോ അല്ലേ. ഇതൊരിക്കലും ഇറ്റ്സ് നോട്ട് ഓൺലി അഡ്വാൻറ്റേജ് ആണോ? അല്ല, ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ എന്താണ് ഒരു ഹാർംഫുൾ തിങ് ആണ് എന്തെന്ന് പറയുന്നത്? ആസിഡ് റെയിൻ എന്ന് പറയുന്നത്.
So what are the environmental problems caused by acid rain? Acid rain മൂലം ഉണ്ടാകുന്ന environmental problems എന്തൊക്കെയാണെന്നുള്ളതാണ് question. എന്തൊക്കെയായിരിക്കും ആസിഡ് റെയിൻ മൂലമുള്ള എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്? പ്ലാന്റ്സ് ലോസ് ദെയർ എബിലിറ്റി ടു പ്രൊഡ്യൂസ് കാർബോഹൈഡ്രേറ്റ്സ്. അതായത് പ്ലാന്റ്സിന് എന്തോത്തിനുള്ള എബിലിറ്റി ഉണ്ട്? അതായത് കാർബോഹൈഡ്രേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി എന്തിനുണ്ട്? പ്ലാന്റ്സിനുണ്ട് അല്ലേ? അപ്പോൾ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സ് ലോസ് ദെയർ എബിലിറ്റി. അതിൻ്റെ ഈ ഒരു ആസിഡ് റെയിൻ കാരണം ആ കാർബോഹൈഡ്രേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി അതിന് നഷ്ടപ്പെടുന്നു. ആൻഡ് ത്രൂ ഫോട്ടോസിന്തസിസ് ആസ് ദെയർ ലീവ്സ് ആർ ഡിസ്ട്രോയിഡ് അല്ലേ? അതുകൊണ്ട് തന്നെ അതിൻ്റെ ലീവ്സ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ലീവ്സൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അപ്പോൾ ആസിഡ് റെയിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാർംഫുൾ എഫക്റ്റ് ആണ്, ഒരു എൻവയോൺമെൻറ്റൽ പ്രോബ്ലം ആണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. എന്തായിരുന്നു? പ്ലാന്റ്സ് ലോസ് ദെയർ എബിലിറ്റി ടു പ്രൊഡ്യൂസ് കാർബോഹൈഡ്രേറ്റ്സ്. പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെടുകയും ലീവ്സ് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. എന്തിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ്? ആസിഡ് റെയിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ദ സെക്കൻഡ് വൺ, സിവിയർ ആസിഡ് റെയിൻ ഡിസ്ട്രോയ്സ് ദ ഗ്രീനറി ഓഫ് എ റീജിയൻ. അപ്പം ഈ ഒരു ഒത്തിരി സിവിയർ ആണ് ഈ ആസിഡ് റെയിൻ എന്നുണ്ടെങ്കിൽ ആ ഒരു റീജിയൻ്റെ ഗ്രീനറി തന്നെ, ആ ഒരു പച്ചപ്പ് പോലും എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. ആ ഒരു ഗ്രീനറി നഷ്ടപ്പെടുന്നു. ഓക്കെ, ദെൻ ദ ആസിഡിക് നേച്ചർ ഓഫ് ദ വാട്ടർ കോസസ് ദ ഡെത്ത് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ഫിഷ് ആൻഡ് കോറൽസ്. ഇറ്റ് ഓൾസോ ഹാം ടു ഫിഷ് ആൻഡ് കോറൽസ് അല്ലേ? ഫിഷിനും കോറൽസിനും ഒക്കെ ഇതെന്താണ്? ഹാംഫുൾ ആണ്. ഓക്കെ, സോ ദ ആസിഡിക് നേച്ചർ ഓഫ് വാട്ടർ കോസസ് ദ ഡെത്ത് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ഫിഷ്. അപ്പോൾ ഒത്തിരി ഹാംഫുൾ എഫക്ട്സ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഈ ഒരു ആസിഡ് റെയിൻ മൂലം ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഡിസ്ട്രക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കോസ് ഡാംസ് ടു സ്റ്റോൺ മൈൻസിനൊക്കെ ഡാമേജ്ഡ് ആണ്. നിങ്ങൾ ഹാവ് യു ഹെർഡ് അബൌട്ട് താജ്മഹൽ അല്ലേ? താജ്മഹലിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും കാണത്തില്ല. നോ വൺ എന്താണ്, അല്ലെങ്കിൽ ആരുമില്ല താജ്മഹലിനെ കുറിച്ച് കേൾക്കാനുള്ളവരായിട്ട്. അപ്പോൾ ഈ താജ്മഹൽ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഫേമസ് അല്ലേ? അതായത് ഒരു മോണുമെൻ്റ് ആണ് താജ്മഹൽ എന്ന് പറയുന്നത്. അപ്പോൾ താജ്മഹലിൻ്റെ ആ ഒരു അറിയാലോ നിങ്ങൾക്കൊരു എന്താണ്, വെണ്ണക്കല്ലിൽ തീർത്ത, മാർബിളിൽ തീർത്ത ആ ഒരു ഭയങ്കര ഇതാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇൻഡസ്ട്രിയൽ ഏരിയാസൊക്കെ ഉള്ളത് കാരണം ഇതുപോലെ ആസിഡ് റെയിനൊക്കെ സംഭവിച്ചിട്ട് അതിൻ്റെ ആ ഒരു എന്താണ്, ആ ഒരു വൈറ്റ് കളറൊക്കെ നഷ്ടപ്പെടുന്നു എന്നുള്ള, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ഒരുപാട് നാശങ്ങൾ സംഭവിച്ചു എന്ന് അതിൻ്റെ ആ ഒരു പഴയ ആ ഒരു ഇത് പോയി കഴിഞ്ഞു. ആസിഡ് റെയിൻ മൂലമാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അതൊക്കെ ഒരു എക്സാമ്പിളാണ്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ എൻവയോൺമെൻറ്റ് ഇറ്റ്സ് വെരി ഹാർംഫുൾ ടു അവർ എൻവയോൺമെൻറ്റ്. ഓക്കെ, ദിസ് ആസിഡ് റെയിൻ കോസസ് വെരി ഹാർംഫുൾനെസ്. അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിന് ഒരുപാട് എന്തോ ഉണ്ടാക്കുന്നു, ഒരുപാട് ഹാർംഫുൾ ആയിട്ടുള്ള തിങ്സ് ഉണ്ടാക്കുന്നതാണ് ഈ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം? ഹൗ ടു പ്രിവെൻറ്റ് ദിസ് ആസിഡ് റെയിൻ അല്ലേ? എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ വാട്ട് ആർ ദ മെഷേഴ്സ് ടു ബി ടേക്കൺ അഗെയിൻസ്റ്റ് ദ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് കോസ്ഡ് ബൈ ദ ആസിഡ് റെയിൻ? ആസിഡ് റെയിൻ മൂലമുള്ള ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ്. റെഡ്യൂസ് ദ എക്സസ് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസിൻ്റെ എന്താണ് ഉപയോഗങ്ങളൊക്കെ നമ്മൾ മാക്സിമം കുറച്ചാൽ അല്ലേ? ഇപ്പോൾ പെട്രോൾ, ഡീസൽ പോലുള്ളതിൻ്റെയൊക്കെ ഫോസിൽ ഫ്യൂവൽസിൻ്റെയൊക്കെ ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കുറേയധികം നമുക്ക് ഈ ഒരു എന്താണ് പൊല്യൂഷനെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് ആസിഡ് റെയിനെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാം. ദെൻ ബിഫോർ യൂസിങ് ഫോസിൽ ഫ്യൂവൽസ് റിമൂവ് ദ സൾഫർ കോമ്പൗണ്ട്സ് ഫ്രം ദം ആസ് ഫാർ ആസ് പോസിബിൾ. അതായത് ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിക്കുന്നതിന് മുന്നേ അതിലെന്തെങ്കിലും സൾഫറിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു കണ്ടൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഉപയോഗിച്ചിട്ടാൽ എന്തായിരിക്കാം, അപ്പോൾ അത്രയും എമൗണ്ട് ഇത് അവിടേക്ക് എന്ത് വരത്തില്ല, ആ ഒരു നമുക്കത് അത്രയും റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ദ ചെക്കിംഗ് ഓഫ് എക്സിറ്റ് ഗ്യാസസ് ഫ്രം ഓട്ടോമൊബൈൽസ് ഷുഡ് ബി സ്ട്രിക്ട്ലി ഫോളോഡ്. അതായത് ഈ ഫോസിൽ ഫ്യൂവൽസ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസിൻ്റെയൊക്കെ ഒരു ഓട്ടോമൊബൈൽസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ഗ്യാസസ്, അതിൽ വരുന്ന എക്സിറ്റ് ഗ്യാസസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കറക്റ്റ് ആ ഒരു മെത്തേഡൊക്കെ സ്വീകരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ റെസ്ട്രിക്റ്റ് അല്ലെങ്കിൽ വി ക്യാൻ കൺട്രോൾ ദിസ് ടൈപ്പ് ഓഫ് പൊല്യൂഷൻസ് ഓർ ആസിഡ് റെയിൻ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോസിൽ ഫ്യൂവൽസിൻ്റെ മാക്സിമം ഇത് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആസിഡ് റെയിനെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആസിഡ് റെയിൻ മൂലമുള്ള എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആസിഡ് റെയിൻ ഈസ് വെരി ഹാർംഫുൾ ടു അവർ നേച്ചർ. ഇറ്റ് കോസസ് സോ മെനി എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് അല്ലേ? ഒരുപാട് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് എന്തുണ്ടാക്കുന്നു? ഈ ആസിഡ് റെയിൻ ഉണ്ടാക്കുന്നു. ഓക്കെ അല്ലേ? ദെൻ ആൽക്കലീസ്. സോ നമ്മൾ ഫ്രം യുവർ ചൈൽഡ്ഹുഡ് ക്ലാസ്സസ് യു ഹാവ് ഹേർഡ് അബൌട്ട് ആൽക്കലീസ് അല്ലെങ്കിൽ ബേസസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും ബേസ്, നമ്മൾ ടീച്ചേഴ്സൊക്കെ പറയുന്നത് എന്താണ്? ബേസും ആൽക്കലീസ്, അല്ലെങ്കിൽ ബേസ് അല്ലെങ്കിൽ ആൽക്കലീസ്, ബേസ് ഓർ ആൽക്കലീസ് എന്നാണ് നമ്മൾ ആസിഡ് ഓർ ആൽക്കലി എന്നൊക്കെ പറയാറുണ്ട്. ബട്ട് ദർ ഈസ് എ ഡിഫറൻസ്
ബിറ്റ്വീൻ ബേസ് ആൻഡ് ആൽക്കലി. ബേസും ആൽക്കലി എന്ന് പറയുന്നത് സെയിം ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ചെറിയ ഡിഫറൻസ് ഉണ്ട് ബേസും ആൽക്കലിയും തമ്മിൽ. സർട്ടൻ ഡിഫറൻസ്, ബേസ് ഓർ ആൽക്കലി ചില ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ പറയുമ്പോൾ എന്താണ് ബേസ് ഓർ ആൽക്കലി എന്ന് പറയാറുണ്ട്. ബട്ട് ദർ ആർ സർട്ടൻ ഡിഫറൻസ് ബിറ്റ്വീൻ ബേസസ് ആൻഡ് ആൽക്കലീസ്. ആൽക്കലീസും ബേസും തമ്മിൽ ഇത്തിരി കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ you have learned the common characteristics of alkalis. Alkalis in the common characteristics എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്താണ് അല്ലേ. ബിറ്റർ ടേസ്റ്റ്, ബിറ്റർ ഇൻ ടേസ്റ്റ്, ദെൻ ഇറ്റ് ടേൺസ് റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നു. പിന്നെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, സ്ലിപ്പറി നേച്ചർ, ദെൻ ബിറ്റർ ടേസ്റ്റ്, അതൊക്കെ നമ്മൾ പറഞ്ഞാണ് അല്ലേ. പിന്നെ സോപ്പി ടു ടച്ച്, ഒരു സോപ്പി ഫീലിംഗ് ആണ് നമുക്ക് ആൽക്കലീസിൽ ടച്ച് ചെയ്യുമ്പോൾ തോന്നുന്നതൊക്കെ നമ്മൾ കോമൺ ക്യാരക്ടേഴ്സ് വി ഹാവ് ഡിസ്കസ് സോ മെനി കോമൺ ക്യാരക്ടേഴ്സ് റിലേറ്റഡ് ടു ആൽക്കലീസ്. ആൽക്കലീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് you have learned the common characteristics of alkalis. ആൽക്കലീസിൻ്റെ ഒരുപാട് കോമൺ ക്യാരക്ടേഴ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ബേൺ എ നീറ്റ്ലി റബ്ഡ് ആൻഡ് ക്ലീൻഡ് മഗ്നീഷ്യം റിബൺ. ഒരു മഗ്നീഷ്യം റിബൺ നിങ്ങൾ ലാബിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടല്ലോ, മഗ്നീഷ്യം റിബൺ ഉണ്ട്. ആ മഗ്നീഷ്യം റിബൺ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ബേൺ ചെയ്യുക. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒബ്സർവേഷൻ എന്നുള്ളതാണ്. അപ്പോൾ മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവും, ദെയർ ഫോംസ് ദ മഗ്നീഷ്യം ഓക്സൈഡ് അല്ലേ. മഗ്നീഷ്യം നമ്മൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ദെയർ ഫോംസ് ദ മഗ്നീഷ്യം ഓക്സൈഡ്. ഇവിടെ മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. മഗ്നീഷ്യം ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ അവിടെ ഫോം ചെയ്യുന്നത്, മഗ്നീഷ്യം ഓക്സൈഡ്. സോ ടേക്ക് ദ പ്രോഡക്റ്റ് ഇൻ എ വാച്ച് ഗ്ലാസ് ആൻഡ് ടു ആഡ് 2 or 3 drops ഓഫ് വാട്ടർ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് നമ്മൾ എന്താ പറയുക, നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, വി ബേൺ മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുമ്പം ദെയർ ഫോംസ് ദ മഗ്നീഷ്യം ഓക്സൈഡ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ടേക്ക് ദ പ്രൊഡക്റ്റ് ഇൻ എ വാച്ച് ഗ്ലാസ്. ഒരു വാച്ച് ഗ്ലാസ്സിൽ എടുക്കുക ഈ ഒരു പ്രൊഡക്റ്റ്, ആഡ് 2 or 3 drops ഓഫ് വാട്ടർ. എന്നിട്ട് 2 or 3 തുള്ളി ഡ്രോപ്സ് ഓഫ് വാട്ടർ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്താണ്, ഫൈൻഡ് ഇറ്റ്സ് നേച്ചർ യൂസിങ് എ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മളിതിൻ്റെ നേച്ചർ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഇവിടെ മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്തു, എന്നിട്ട് വാട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലേ. 2 or 3 drops ഓഫ് വാട്ടർ നമ്മൾ ആഡ് ചെയ്യുമ്പം അവിടെ എന്താ ഫോം ചെയ്യുന്നു, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്തു അല്ലേ. സോ ഇനി ഒരു ആക്ടിവിറ്റി, അപ്പോൾ ഈ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഏത് നേച്ചറാണ്, ദിസ് ഈസ് ആൽക്കലൈൻ നേച്ചർ അല്ലേ. ആൽക്കലൈൻ നേച്ചർ, ആസിഡിക് നേച്ചറാണോ? ഈ ഹൈഡ്രോക്സൈഡ് വരുമ്പോഴൊക്കെ നിങ്ങൾ ആലോചിക്കുക അവിടെ എന്താണ്, ആൽക്കലൈൻ നേച്ചറാണ് അല്ലെങ്കിൽ ബേസിക് നേച്ചർ ആണെന്നുള്ളതാണ്, ആൽക്കലൈൻ നേച്ചർ. ഓക്കെ, മിസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ദെൻ ടേക്ക് സം വാട്ടർ ഇൻ എ ബീക്കർ. ഒരു ബീക്കറിൽ കുറച്ച് വാട്ടർ എടുക്കുക. ആൻഡ് ആഡ് സം ക്യുക്ലൈം അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു. ക്യുക്ലൈം എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്യുന്നു, നന്നായിട്ട് ഒന്ന് കുലുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, എന്താണ് നമ്മുടെ എക്സ്പെരിമെൻ്റ്, ഒരു ബീക്കറിൽ നമ്മൾ കുറച്ച് വാട്ടർ എടുക്കുന്നു, അതിലേക്ക് കുറച്ച് ക്യുക്ലൈൻ നമ്മൾ ആഡ് ചെയ്യുന്നു. കാൽസ്യം ഓക്സൈഡ് തന്നെയാണ് നമ്മൾ കെമിക്കൽ പരമായിട്ട് പറയുമ്പോൾ കാൽസ്യം ഓക്സൈഡാണ് ക്യുക്ലൈം എന്ന് പറയുന്നത്. ടേക്ക് സം ക്ലിയർ സൊല്യൂഷൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. എന്നിട്ട് ഇതിൽ നിന്ന് ടേക്ക് സം ക്ലിയർ സൊല്യൂഷൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ് ഫ്രം ദ ബീക്കർ. ആ നമ്മൾ ബീക്കറിനകത്ത് എന്തുവായിരുന്നു ആഡ് ചെയ്ത്, കാൽസ്യം ഓക്സൈഡ് ആഡ് ചെയ്തു, അല്ലെങ്കിൽ എന്താണ് നീറ്റുകക്ക അല്ലെങ്കിൽ ക്യുക്ലൈം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു. മനസ്സിലായി, വാട്ടർ എടുക്കുന്നു, ക്വിക്ലൈം ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്തുനിന്ന് കുറച്ച് ക്ലിയർ ആയിട്ടുള്ള സൊല്യൂഷൻ, ആ ടെസ്റ്റ് ട്യൂബിൽ ഇതിനകത്തുള്ള ക്ലിയർ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ, രണ്ടിൻ്റെയും കൂടെ മിക്സാണ്, വാട്ടറിൻ്റെയും കാൽസ്യം ഓക്സൈഡിൻ്റെ മിക്സാണ്. അതിൽ നിന്നുള്ള ആ ഒരു ക്ലിയർ സൊല്യൂഷൻ നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു. ആ ബീക്കറിൽ നിന്ന് നമ്മളൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റുന്നു. ആ മിക്സ് ചെയ്ത ആ മിക്സ്ചറിനെ നമ്മളൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റുന്നു. ആൻഡ് എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ട്യൂബ് ഫ്രം ദ ബീക്കർ ആൻഡ് ആഡ് എ ഡ്രോപ്പ് ഓഫ് റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ. അതിലേക്ക് ഒരു ഡ്രോപ്പ് റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്താണ്, വാട്ട് ഈസ് അവർ പ്രൊസീജിയർ, ഫസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രൊസീജിയർ ഓഫ് അവർ എക്സ്പെരിമെൻറ്റ്. എന്തായിരുന്നു നമ്മുടെ എക്സ്പെരിമെൻറ്റ്, നമ്മൾ കുറച്ച് വാട്ടർ എടുക്കുന്നു, വാട്ടറിലേക്ക് നമ്മൾ കുറച്ച് കാൽസ്യം ഓക്സൈഡ് ക്യുക്ലൈം ആഡ് ചെയ്ത് കൊടുക്കുന്നു, എന്നിട്ടൊന്ന് സ്റ്റിർ ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു ബീക്കറിൽ നിന്ന് ഇതിൻ്റെ ആ ഒരു സൊല്യൂഷൻ നമ്മൾ വേറൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, കാൽസ്യം ഓക്സൈഡും വാട്ടറും, കാൽസ്യം ഓക്സൈഡും അല്ലേ, കാൽസ്യം ഓക്സൈഡല്ലേ നമ്മൾ അതെടുത്താൽ, കാൽസ്യം ഓക്സൈഡും വാട്ടറും കൂടെ മിക്സ് ചെയ്യുമ്പം എന്താ അവിടെ ഫോം ചെയ്യുന്നത്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, COOH ട്വൈസ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു. സോ വാട്ട് ഡു യു ഇൻഫർ അബൌട്ട് ദ നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ് ഫ്രം ദിസ് ലിറ്റ്മസ്
ലിറ്റ്മസ് ടെസ്റ്റ്. അപ്പോൾ ലിറ്റ്മസ് ടെസ്റ്റിൽ എന്തായിരിക്കും? നമ്മൾ റെഡ് ലിറ്റ്മസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? ഇവിടെ ഇറ്റ് ടേൺസ് ബ്ലൂ. ആൽക്കലൈൻ നേച്ചർ ആയതുകൊണ്ട് തന്നെ എന്തായിട്ട് മാറുന്നു? അത് ബ്ലൂ ആയിട്ട് മാറുന്നു. അത് ആൽക്കലൈൻ നേച്ചർ ആണല്ലോ. So are MgO and CO metallic oxides or non-metallic oxides? It's very important question. MgO, നമുക്കിവിടെ MgO മഗ്നീഷ്യം ഓക്സൈഡും ഉണ്ടായിരുന്നു, കാൽസ്യം ഓക്സൈഡും ഉണ്ടായിരുന്നു അല്ലേ? ഈ മഗ്നീഷ്യവും കാൽസ്യം എന്നൊക്കെ പറയുന്നത് എന്താണ്? മെറ്റൽസ് അല്ലേടെ? മെറ്റൽസ് ആണ് അല്ലേ? അപ്പോൾ ഇതെന്താണ്? മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്. സോ ദീസ് ആർ മെറ്റാലിക് ഓക്സൈഡ്സ്. മെറ്റൽസ് അല്ലേ? സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം എന്നൊക്കെ പറയുന്നത് എന്താണ്? മെറ്റൽസ് ആണ്. സോ ഇറ്റ് ഈസ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ഇതൊക്കെ മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്. നോൺ മെറ്റാലിക് ഓക്സൈഡ്സിൻ്റെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, NO2, SO2, അതൊക്കെ എന്താണ്? നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്. സോ ദീസ് ആർ മെറ്റാലിക് ഓക്സൈഡ്സ്. സോ ആർ MgO, മഗ്നീഷ്യം, MgO എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം ഓക്സൈഡ് ആൻഡ് കാൽസ്യം ഓക്സൈഡ് ആർ മെറ്റാലിക് ഓക്സൈഡ്സ് ഓർ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ്? മെറ്റാലിക് ഓക്സൈഡ്സ് ആണോ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആണോ? മെറ്റാലിക് ഓക്സൈഡ് അല്ലേ? കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ മെറ്റൽസ് അല്ലേ? അത് മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്. സോ മെറ്റാലിക് ഓക്സൈഡ് ജനറലി എക്സിബിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേസസ്. അപ്പോൾ മനസ്സിലായല്ലോ, ഈ മെറ്റാലിക് ഓക്സൈഡുകൾ കാൽസ്യം ഓക്സൈഡും അല്ലെങ്കിൽ മഗ്നീഷ്യം ഓക്സൈഡും ഒക്കെ എന്ത് ചെയ്യുന്നു? അതിന് ജനറലി എന്തിൻ്റെ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്? ബേസുകളുടെ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. ഓക്കെ, മെറ്റാലിക് ഓക്സൈഡ്സ് ആണെന്നുണ്ടെങ്കിലും അത് എന്തിൻ്റെ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്? ബേസസിൻ്റെ ക്യാരക്ടേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ദ ബേസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ ആർ കോൾഡ് ആൽക്കലീസ്. അപ്പോൾ നമ്മളുടെ നേരത്തെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി കഴിഞ്ഞു. അപ്പോൾ ബേസും ആൽക്കലിയും തമ്മിലുള്ള വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് ആൽക്കലി? ബേസും ആൽക്കലിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ബേസുകൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആൽക്കലി കിട്ടുന്നത്. സോ ദിസ് കാൽസ്യം ഓക്സൈഡ് ആൻഡ് മഗ്നീഷ്യം ഓക്സൈഡ്സ് ആർ മെറ്റാലിക് ഓക്സൈഡ്സ് അല്ലേ? കാൽസ്യം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? മെറ്റാലിക് ഓക്സൈഡ് ആണ്. അപ്പോൾ മെറ്റാലിക് ഓക്സൈഡ്സ് എന്ത് കാണിക്കുന്നു? മെറ്റാലിക് ഓക്സൈഡ് ജനറലി എക്സിബിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേസസ്. മെറ്റാലിക് ഓക്സൈഡ്സ് ബേസുകളുടെ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. ആൻഡ് ദീസ് ബേസ് ദാറ്റ് ഡിസോൾഡ് ഇൻ വാട്ടർ ആർ കോൾഡ് ആൽക്കലി. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി കഴിഞ്ഞു. അതായത് നമ്മൾ ഈ വാട്ടറിൽ ഡിസോൾവ് ആകുന്ന എന്താണ്? ബേസസിനെയാണ് നമ്മൾ അതെന്ന് പറയുന്നത് ആൽക്കലീസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആ പോയിന്റ്സ് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ, സോ വാട്ട് ഈസ് ആൽക്കലി? ദ ബേസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആൽക്കലീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ഒരു ഫ്രം ദിസ് ഓക്സൈഡ്സ് ഗിവൺ ബിലോ ഫൈൻഡ് ഔട്ട് ദ ബേസിക് ഓക്സൈഡ്സ്. ബേസിക് ഓക്സൈഡ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. അപ്പം മിസ് I'm going to write the given metallic oxides. Metallic oxides എഴുതാം. അതിൽ നിന്ന് എന്താണത്? ബേസിക് ഓക്സൈഡ്സ് ഏതാണെന്നുള്ളത്. ഫ്രം ദ ഓക്സൈഡ്സ് ഗിവൺ ബിലോ ഫൈൻഡ് ഔട്ട് ദ ബേസിക് ഓക്സൈഡ്സ്. ബേസിക് ഓക്സൈഡ്സ് ഏതാണെന്ന് പറയണം. സോ ഫസ്റ്റ് വൺ K2O, പൊട്ടാസ്യം ഓക്സൈഡ്. ദെൻ SO2, സൾഫർ ഡയോക്സൈഡ്. ദെൻ P2O3. Okay, P2O3, then P2O3 അല്ല P2O5, then MgO, CaO, കാൽഷ്യം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, then NO2, നൈട്രജൻ ഓക്സൈഡ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫ്രം ദിസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് ഓക്സൈഡ്സ്. ബേസിക് ഓക്സൈഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം പൊട്ടാസ്യം ഓക്സൈഡ്സ് അല്ലേ? ഇതൊരു മെറ്റാലിക് ഓക്സൈഡ് ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? എന്തും കൂടിയാണ്? ബേസിക് ഓക്സൈഡ് കൂടിയാണ്. ബേസിക് ഓക്സൈഡ്സ് ആണ്. സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ബേസിക് ഓക്സൈഡ് അല്ല. ദെൻ മഗ്നീഷ്യം, അവിടെ ഒരു മെറ്റൽ വരുന്നുണ്ട്. സോ ദിസ് ഈസ് എ എക്സാമ്പിൾ ഫോർ മഗ്നീഷ്യം ഓക്സൈഡ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ബേസിക് ഓക്സൈഡ്സ്. ദെൻ കാൽസ്യം ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡ് ഇസ് ഓൾസോ എ ബേസിക് ഓക്സൈഡ്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം നമുക്കിതിൽ നിന്ന്? അതായത് ആൽക്കലീസ് അല്ലെങ്കിൽ ബേസസ് എന്ന് പറയുന്നത് എന്താണ്? ബേസസ് എന്ന് പറയുമ്പോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന എന്താണ്? വാട്ടർ ദ ബേസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആൽക്കലീസ് കിട്ടുന്നത്. ബേസസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ. So in this class we have discussed about acid rain. Acid rain എന്താണെന്ന് പറഞ്ഞു. പിന്നെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? പിന്നീട് എന്താണ് ബേസസും ആൽക്കലീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബേസും ആൽക്കലിയും തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബേസും ആൽക്കലീസും നമ്മൾ പൊതുവെ ഒന്നാണെന്നാണ് പറയുന്നത്. ബട്ട് അത് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ബേസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ ആർ കോൾഡ് ആൽക്കലീസ്. അതായത് പിന്നെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസസിനെയാണ് നമ്മൾ ആൽക്കലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ളത് ഡിസ്കസ് ചെയ്യാം. Now we can wind up. Thank you. Assalamu alaikum.